നമസ്കാരം. മഹാരാഷ്ട്രയിലെ അമരാവതി മണ്ഡലത്തിലെ സ്വതന്ത്ര എം പിയായ നവനീത് റാണ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് NCP പിന്തുണയോടെ സ്വതന്ത്രയായാണ് നവനീത് റാണ വിജയിച്ചത്. പക്ഷേ ഇത്തവണ അവർ BJP ടിക്കറ്റ് സ്വീകരിക്കുകയായിരുന്നു. BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അവർ BJPയിൽ അംഗത്വം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. BJP മഹാരാഷ്ട്ര അധ്യക്ഷനായ ചന്ദ്രശേഖർ ബവൻകുലെയാണ് നവനീത് റാണയ്ക്ക് അംഗത്വം നൽകിയിരിക്കുന്നത്. ലവ് ഇൻ സിംഗപ്പൂർ എന്ന മലയാള ചിത്രത്തിലടക്കം തെന്നിന്ത്യയിലെ നിരവധി ഭാഷാ ചിത്രങ്ങളിലൊക്കെ അവർ നായികയായി എത്തിയിട്ടുണ്ട്. രവി റാണയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് ഈ നവനീത് റാണ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എങ്കിൽ പോലും അന്ന് പരാജയപ്പെടുകയായിരുന്നു. പക്ഷെ പിന്നീട് 2019 എത്തുമ്പോൾ കോൺഗ്രസിന്റെയും NCPയുടെയും പിന്തുണയോടുകൂടി അവർ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അങ്ങനെ പാർലമെന്റിലേക്ക് വിജയിച്ചു കയറുന്നു. അന്ന് ശിവസേനയുടെ ആനന്ദ് റാവു അജ്സുലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ നവനീത് റാണ പാർലമെന്റിലേക്ക് എത്തിയത്. ഏറെ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ കടുത്ത വിമർശകരാണ് രവി റാണയും ഭാര്യ നവനീത് റാണയും. 2022 മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെയുടെ വസതിയായ മാധവ് ശ്രീക്ക് മുന്നിൽ പ്രതിഷേധ സൂചകമായി ഹനുമാൻ ചാലിസ ചൊല്ലിയതിന് രവി റാണയും അതിനോടൊപ്പം തന്നെ നവനീത് റാണയും അന്ന് ജയിലിൽ അടച്ചിരുന്നു. ജയിലിനുള്ളിൽ തനിക്ക് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന തുറന്നു പറച്ചിലുമായി നവനീത് അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ശിവസേനയെ നിശിതമായി വിമർശിക്കുന്ന ഒരാളെ കൂടി BJP സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഉദ്ധവ് താക്കറെയുമായി കടുത്ത ശത്രുത ഇവർക്കുണ്ടാനും ഇത് മുതലാക്കാൻ തന്നെയാണ് BJPയുടെ ഇത്തവണത്തെ ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP അവർക്ക് ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.